ഇന്ന് നാം ലോകത്തിൽ കാണുന്നതായ ദുഷിച്ച പ്രവണതകൾക്ക് മൊത്തമായി ഒരു മാറ്റമുണ്ടാക്കുവാനായി നമുക്ക് കഴിഞ്ഞെന്ന് വരികയില്ല. മൊത്തമായ ഒരു മാറ്റം അനിവാര്യമെങ്കിലും അത് സാധിക്കണമെന്നില്ല. എന്നാൽ നമുക്കെല്ലാവർക്കും മാറ്റം വരുത്തുവാൻ കഴിയുന്ന കുറഞ്ഞ പക്ഷം 2 ഇടങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ തന്നെ ജീവിതത്തിലെങ്കിൽ മറ്റേത് നമ്മുടെ കുടുംബത്തിലുമാണ്. സ്വന്തം ജീവിതത്തിൽ മാറ്റം വരുത്തിയ ഒരാൾക്ക് മാത്രമേ അയാളുടെ കുടുംബത്തിൽ മാറ്റം വരുത്തുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തെ അനുസരിക്കുന്ന ഒരു മാതാവോ പിതാവോ ഒരു ഭവനത്തിലുണ്ടെങ്കിൽ ആ മാതാപിതാക്കളെ അനുസരിക്കുന്ന ഒരു തലമുറയും ആ കുടുംബത്തിലുണ്ടാകും. നോഹയുടെ ജീവിതം പഠിപ്പിക്കുന്നത് അതുതന്നെയാണ്. തിരുവചനം അവനെക്കുറിച്ച് പറയുന്നത്, വിശ്വാസത്താൽ നോഹ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. നോഹയുടെ വിശ്വാസം അവന് മാത്രമല്ല, അവൻ്റെ കുടുംബത്തിൻ്റെയും രക്ഷയ്ക്ക് കാരണമായി. നോഹ ലോകരോട് പ്രസംഗിച്ചു എങ്കിലും അവരത് കേട്ടില്ല. എന്നാൽ നോഹയ്ക്ക് സ്വന്തം കുടുംബത്തിൽ അധികം പ്രസംഗിക്കേണ്ടി വന്നില്ല. അതിന് കാരണം ദൈവത്തെ അനുസരിക്കുന്ന ഒരു പിതാവായിട്ടാണ് അവർ അവരുടെ പിതാവിനെ ചെറുപ്പം മുതൽ കണ്ടിരുന്നത്. ദൈവം എന്തെങ്കിലും തങ്ങളുടെ പിതാവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രക്ഷയ്ക്കുള്ള വഴി എന്ന് അവർ അറിഞ്ഞിരുന്നു. തന്നിമിത്തം അത്രേ ആ പിതാവിനോടൊപ്പം ആ കുടുംബാംഗങ്ങളും പെട്ടകത്തിനുള്ളിൽ നടന്ന് കയറിയത്. സ്വർഗീയ പിതാവിനെ അനുസരിക്കുന്ന ഒരു പിതാവ് ഭൂമിയിൽ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ പിതാവിനെ അനുസരിക്കുന്ന ഒരു തലമുറയും ആ കുടുംബത്തിൽ ഉണ്ടാകും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നോഹയുടെ ജീവിതം. ദൈവകൃപയാൽ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ മാറ്റം വരുത്തുവാനും അവരെ ക്രിസ്തുവിനായും അവൻ്റെ പദ്ധതിക്കായും ഒരുക്കിയെടുക്കുവാനും കഴിയും. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലാവിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ ആ കണ്ണ് നമ്മുടെ മേൽ പതിയട്ടെ. വി ക്യാൻ മേക്ക് എ ഡിഫറൻസ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ്. ഭാവി തലമുറകൾക്കായി നമുക്ക് മാറ്റമുണ്ടാക്കുവാൻ കഴിയും. വി ആർ കോൾഡ് ടു ഇമ്പാക്ട് ദി നെക്സ്റ്റ് ജനറേഷൻ. അടുത്ത തലമുറയെ സ്വാധീനിക്കുവാനത്രേ നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീൻ. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ലെറ്റ് us impact our generations by faith. വിശ്വാസത്താൽ നമുക്ക് നമ്മുടെ തലമുറകളെ സ്വാധീനിക്കാം. Have a blessed day.